കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ വൈക്കംകാരുടെ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ മൂവാറ്റുപുഴ ആറ്. ഇത് എല്ലാ വർഷത്തെ മഴക്കാലത്തും ഇതുപോലെ നിറയും. ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ കാണുന്ന പോലത്തെ ഇടത്തോടുകളുണ്ട് ഇതിൻ്റെ ഒരുപാട്. ഈ ഇടത്തോടുകളും ഇതുപോലെ തന്നെ വെള്ളം വന്ന് നിറയുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇടത്തോടിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ ആറിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളും ഈ നിറയുന്ന വെള്ളം അങ്ങോട്ട് കയറും. ഇപ്പോൾ നോക്കി, ഇത് ആറിൻ്റെ തൊട്ട് സൈഡിലുള്ള സ്ഥലമാണ്. ഇത് മൊത്തം ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് വലിയ ദൂരമൊന്നുമല്ല. ടാറിട്ട റോഡെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലാണ്, അതിൻ്റെ സൈഡിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളും എല്ലാം നിറയാറുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കും, എടാ വെള്ളപ്പൊക്കമല്ല അവിടെ വെള്ളം കയറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വൈക്കംകാർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് വൈക്കംകാർക്ക് തലക്ക് മീതെ വെള്ളം വന്നാൽ അതിൻ്റെ മീതെ ഞങ്ങൾ നീന്തിയങ്ങ് കയറുന്നു. അവരൊക്കെ പറയും, എന്തിനാടാ അഹങ്കാരം പറയണമെന്ന്. ഇത് അഹങ്കാരം പറച്ചിലല്ല കേട്ടാ. വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരുപാട് വൈക്കംകാരും ഉണ്ട്. പക്ഷേ എല്ലാ വർഷത്തെ മഴക്കാലത്തും ഞങ്ങൾ വൈക്കംകാർക്ക് ഇതൊരു സ്ഥിരം എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞങ്ങളെന്താ ചെയ്യണം, ഇതുപോലെ വെള്ളം അങ്ങ് കയറുമ്പോഴത്തേക്ക് നമ്മുടെ വാഴയുടെ പിണ്ടി അങ്ങ് വെട്ടി ഒന്നിച്ച് കെട്ടി പിണ്ടിത്തോണി ഉണ്ടാക്കി അതിൽ ഉന്തി അങ്ങ് രസിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ രണ്ട് അടക്കാമരത്തിൻ്റെ തൂണങ്ങ് വെച്ച് ഫുട്ബോളിൻ്റെ കോട്ടുണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽ കിടന്നങ്ങനെ കളിക്കും. അങ്ങനെയാണ് മിക്കവാറും എല്ലാ വെള്ളപ്പൊക്കവും ഞങ്ങൾ വൈക്കംകാരെ ആസ്വദിക്കാറുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക് ആ കഥയായിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ, ബായ്.